ഗുഡ് മോർണിംഗ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്നൊരു സൺഡേ ആണ്. അപ്പം സൺഡേയിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് നമുക്കിന്ന്. അപ്പം ഇന്നൊരു വ്ളോഗ് ചെയ്യണമെന്ന് ഇന്നലെ ഞാൻ ഇങ്ങനെ വൈകിട്ട് ഇങ്ങനെ ആലോചിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നൊരു വ്ളോഗ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് ദിവസം നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു. അപ്പം അടുത്ത ആഴ്ച തൊട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ വണ്ടി റിവ്യൂ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഒരു വണ്ടി നമുക്കിപ്പം നിലവിൽ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു വണ്ടി നമ്മൾ നമ്മുടെ ചാനലിൽ കൊണ്ടുവരാൻ പോകണം. സോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും അതായത് അത്യാവശ്യം ചാനൽ റീച്ച് കയറി വന്നത് ആ ഒരു കാര്യത്തിലാട്ടോ. നമ്മൾ അങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് കണ്ടിന്യൂ ചെയ്ത് പോയാലോ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കൂടെ നിൽക്കും, അത്ര എനിക്ക് പറയുള്ളൂ. ഓക്കെ, അപ്പം സൺഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല സൺഡേ ആശംസിക്കുന്നു. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമ്മളിന്ന് വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എൻ്റെ വീട്ടിൽ ഒത്തിരി ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കാണിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം കാണിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ മഴയായതുകൊണ്ട് ചെടികളിലെല്ലാം പൂവിടർന്നൊക്കെ നിൽക്കുന്നൊരു ടൈമാണ്. അപ്പം അപ്പോൾ നമ്മൾ സൺഡേ ചെയ്യാറുള്ള കുറച്ച് പരിപാടികളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചോദിച്ചാൽ, ഞാനിവിടെ ഉള്ള സമയത്ത് കൂടുതൽ ചെയ്യാറുള്ളത് വീട് ഒക്കെ ഒന്ന് അടുക്കി പെറുക്കി വൃത്തിയാക്കുന്ന പരിപാടികളൊക്കെയാണ്. അതായത് അതൊക്കെയാണ് ഞാൻ ചെയ്യാറ്. അപ്പം ആകെപ്പാട് അലമ്പായിട്ട് കിടക്കുന്നുണ്ട്, ഫുൾ അലമ്പാണ്. കടന്നെഴുന്നേറ്റത് വിരിച്ച് വെച്ചില്ല, ബാക്കി ഇതുണ്ട് ഫുള്ളൊന്ന് അലമ്പായിട്ട് കിടക്കണം. ആകെപ്പാട് അതെല്ലാം നമുക്കൊന്ന് സെറ്റപ്പ് ആക്കണം. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി കേട്ടോ. ഫുള്ള് ലാപ്പിരിക്കുന്ന ഒരു കണ്ണാടി വന്നിട്ടുണ്ട് നമുക്ക്, പക്ഷേ അത് കറക്റ്റ് സ്ഥലത്ത് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഓക്കെ, വേണം നമുക്കതൊന്ന് പ്ലേസ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ബാക്കി സെറ്റപ്പ് ഒക്കെ. അപ്പം ഞാൻ പരിപാടിയൊക്കെ ചെയ്യട്ടെ. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. മാവേലിക്കര വരെ വന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇവിടെ ഒരു മരണം ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ വരെ വന്നതാണ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഡസ്റ്ററിലാണ് കേട്ടോ. അപ്പം ഇന്ന് ഡസ്റ്റർ റൈഡ് നീണ്ട പോരാട്ടങ്ങൾ ഒരു വിധത്തിലൂടെ എത്തി. ചെറിയ റോഡാണ് ഗൈസ് ഇവിടെ. ഈ ഏരിയ ഫുള്ള്, ഈ ഏരിയ എന്നല്ല, നമ്മൾ ചെങ്ങന്നൂരിൽ നിന്ന് മാവേലിക്കര പിടിച്ച് കഴിഞ്ഞാൽ ഫുള്ള് ചെറിയ റോഡുകളാണ്. അപ്പോൾ ചെറിയ റോഡായതുകൊണ്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമിൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ റോഡായിട്ട് അപ്പോൾ ചെറിയ റോഡായിട്ട് ഞങ്ങൾ അങ്ങനെ 1 മണിക്കൂറുള്ളൂ. സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഇടുമ്പോൾ 1 മണിക്കൂർ യാത്ര. പക്ഷേ 1 മണിക്കൂർ കൂടുതലെടുത്തു കുറച്ച്. അപ്പം ഞാൻ എൻ്റെ താടി ഇതൊക്കെ ഷേപ്പാക്കി ചേഞ്ച് ചെയ്തു. അങ്ങനെയുണ്ട് കൊള്ളാം. അപ്പോൾ പള്ളിയിലെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും വണ്ടി വന്നിരുന്നു. ഭയങ്കര ചൂടാണ് കഴിച്ചു, രക്ഷയില്ലാത്ത ചൂടാണ്. എസ്പെഷ്യലി ഈ ഒരു ഏരിയയിൽ നമ്മുടെ അതായത് നമ്മൾ റോഡ് ട്രിപ്പ് വരുന്ന സമയത്ത്, ആ റോട്ടിൽ നമ്മൾ സ്കൂട്ടറിലൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. കോട്ടയത്തും നമ്മൾ വണ്ടി ഓടിച്ച് ഇങ്ങനെ ചെങ്ങന്നൂർ റോട്ടിലേക്ക് വരുന്ന ടൈമിൽ ഈ ഒരു ചെങ്ങന്നൂർ തിരുവല്ലയ്ക്ക് ശേഷം, തിരുവല്ല അടുക്കുന്ന ടൈം തൊട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ചൂട് ഫീൽ ചെയ്യും. ഭയങ്കരമായിട്ട് ചൂട് ഫീൽ ചെയ്യും. നോർമലി ഓടി വരുന്ന സമയത്ത് ശരിക്കും മനസ്സിലാവും. ആരും ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, ഞാനെപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ഇങ്ങോട്ട് ചൂട് വരിക. ഈ പത്തനംതിട്ട ജില്ലയിലൊക്കെ ചൂട് കൂടുതലാണെന്നൊക്കെ ഇങ്ങനെ നേരത്തെ നമ്മൾ കേട്ടുള്ള കാര്യം. അതുകൊണ്ടായിരിക്കും. അപ്പം ഇവിടെ നിന്ന് എപ്പോഴാണ് പോകുന്നതെന്ന് നമുക്കറിയില്ല. കുറച്ച് കൂടെ കഴിയും. പിന്നെ ജീവാനെ ഒന്ന് പിക്ക് ചെയ്യണം. അവൾ ചെങ്ങന്നൂരുണ്ട്, അവളെ പോയി നമ്മൾ പിക്ക് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് പോകാൻ. വീട്ടിൽ പോയിട്ട് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇന്ന് വേറെ വർക്കും കാര്യങ്ങളൊന്നുമില്ല. നേരെ പോകുന്നു,
ചേച്ചിയുടെ വീട് വരുന്ന പോകണം, പിള്ളേരെയൊക്കെ കാണണം, പിന്നെ മുത്ത ചേച്ചിയുടെ വീട്ടിൽ പോകണം, അവിടുത്തെ പൊന്നിനായിട്ട് 2 റീൽസൊക്കെ എടുക്കണമെന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഡാൻസ് കളിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. സോ ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് കിട്ടുന്നൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ച് അതാണ് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്നൊരു കാര്യം, പാട്ട്, ഡാൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്നെപ്പോലെ തന്നെ സെയിം ഡ്രീം ഉള്ളൊരു ആളാണ് ഞങ്ങളുടെ ചേച്ചിയുടെ കൊച്ചു കുഞ്ഞ്. അപ്പോൾ എൻ്റെ നമ്മുടെ ഇൻസ്റ്റയിൽ റീൽസൊക്കെ കണ്ടുകൊണ്ട് അറിയാം, 1-2 സോങ്സൊക്കെ ഞാനും കൊച്ചും കളിച്ചിട്ടുണ്ട്. അപ്പോൾ അവളുടെ മാമനാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരാണ് കളിക്കണത്. അപ്പോൾ ഞങ്ങൾ പിള്ളേർക്ക് അവധി വന്ന ടൈമിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തു. പക്ഷേ എനിക്ക് നമ്മുടെ ഒരു സിറ്റുവേഷൻ വെച്ച് നമുക്ക് അതിനുള്ളൊരു ടൈം കിട്ടാറില്ല, ഞാനങ്ങനെ വീട്ടിൽ ഇരിക്കാറില്ല. ഞാനുള്ള സമയത്ത് പിള്ളേർക്ക് പറ്റില്ല, പിള്ളേരുള്ള സമയത്ത് എനിക്കും പറ്റില്ല. അപ്പം അങ്ങനെ അല്ലേ, ഓക്കെ. അപ്പം അങ്ങനെ ഒരു കാരണം. അപ്പോൾ ഇന്ന് നമ്മളങ്ങനെ ചെയ്യണമെന്ന് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ മറ്റേ മോഹൻലാലിൻ്റെ മറ്റേ പാട്ടില്ലേ, ഇതിനകത്ത് തുടരും സിനിമയിലെ പാട്ട്, ആ ഒരു പാട്ട്, മറ്റേ ഇരുമല മുരുകൻ എന്നുള്ള പാട്ട്, ആ പാട്ട് കേട്ടോ, ആ ഒരു പാട്ട് കളിക്കണം. കുറേ നാളായിട്ട് ഇങ്ങനെ സെറ്റൊക്കെ ചെയ്തു. കൊച്ചു കളിക്കുവാണെങ്കിൽ കൊച്ചിനെ കൂട്ടും, ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കില്ല. എനിക്കൊരു ബ്ലാക്ക് മുണ്ട് വേണം. ഞാൻ മുണ്ടൊന്നും യൂസ് ചെയ്യത്തില്ലാത്ത ആളാണ്, എനിക്ക് മുണ്ട് വേണം. മുണ്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യായിരുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ എന്തോ അത് ചെയ്യണമെന്ന് തോന്നി. ഞാൻ ഇന്നലെ എൻ്റെ ആളോട് ഞാൻ പറഞ്ഞു, ഞാൻ നാളെ ചിലപ്പോൾ റീൽസ് എടുക്കും. എന്നിട്ട് എനിക്കിത് കുറേ ദിവസം ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. ആ പടം തിയേറ്ററിൽ പോയി കണ്ട സമയം മുതൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു പാട്ട് റീൽസ് ചെയ്യണം. സോ സ്റ്റെപ്പൊക്കെ പഠിച്ചു വെച്ചിട്ട് കുറച്ച് ദിവസം അടിപൊളിയായിട്ടൊന്ന് റീൽസ് എടുക്കണം. നോക്കട്ടെ, ഒന്ന് പറ്റുകയാണെങ്കിൽ ചെയ്യും. ഞാൻ എന്തായാലും വണ്ടിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങുകയാണ്. എന്നിട്ട് ഞാൻ ഏരിയ ഒന്ന് കാണിച്ചു തരാം. ഏരിയ എന്ന് പറഞ്ഞാൽ പള്ളിയാണ്, പള്ളിയുടെ ഏരിയയിലാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഞാനിപ്പം പാർക്കിംഗ് ഏരിയയിലാണ് കിടക്കുന്നത്. ഇതാണ്, സെറ്റാണ്. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴാണ് അറിഞ്ഞത് അമ്മായിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ആ ഒരു ബർത്ത്ഡേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു. എല്ലാവർക്കും മുറിക്കണം. ശരി മതി, ശകലം തോണി കൊടുത്താൽ മതി. അത് കഴിയുമ്പോ തന്നെ ബോധം കെട്ട് കിടന്നു. വേണ്ടെങ്കിൽ കയ്പ് തരാം. കയ്പ് നീരുണ്ട്, കയ്പ് നീരുണ്ട്. ഒരു ഇച്ചിരി മതി. പൊന്നു ഇങ്ങോട്ട് എക്സ്പ്രഷൻ കൂടെ കിട്ടും. കേക്ക് തീർക്കുന്ന ആൾ വന്നിട്ടുണ്ട്. മരുമക്കളൊക്കെ കൊടു. മലയാള ക്യാമറ തിരിഞ്ഞു നിൽക്കും. മലയാള
ആക്ഷൻ അതും ആക്ഷൻ ഇവിടെ വീട് ചെരിഞ്ഞിന്ന് കൊടുത്താറൊക്കെ കാണാം. പിടിച്ചോ. എന്നെ കാണാമല്ലോ. നീ അല്ലാച്ചാ പോസ് ചെയ്യണേ. കുഞ്ഞാപ്പനെ ഏറ്റവും അമ്മച്ചി കൊടുക്ക്. തിരിച്ചു എല്ലാവർക്കും എല്ലാരും ഭക്ഷണം കഴിക്കുന്നത്. ഗായ്സ്, ഇതാണ് ഞങ്ങളുടെ തുമ്മിച്ചൻ. തുമ്മിച്ച നോക്കൂ, കേട്ടോ തുമ്മിച്ചൻ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. തുമ്മിച്ചൻ്റെ മമ്മീനെ കണ്ടപ്പോൾ തുമ്മിച്ചൻ മമ്മീനെ കാണാൻ വേണ്ടിയുള്ള ചാട്ടത്തിലാണ്. മമ്മി 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 അയ്യോ. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ ഗായ്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പിള്ളേരെല്ലാം നല്ല ഓണായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നവരും വരെ എല്ലാവർക്കും ബൈ. ഞാനിവിടെ ഒരാള്